ഇൻഡിഗോ ബഹിഷ്കരണം അവസാനിപ്പിച്ചതിൽ വിശദീകരണവുമായി മുതിർന്ന CPM നേതാവ് EP ജയരാജൻ. സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തു വരാൻ തന്റെ തീരുമാനം തടസ്സമാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അതിൽ മാറ്റം വരുത്തിയതെന്ന് EP ജയരാജൻ വിശദീകരിക്കുന്നു. ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അതെല്ലാം അന്നു തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ കമ്പനി എടുത്ത നിലപാട് തികച്ചും തെറ്റായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്റെ മുന്നിലുള്ള വിഷയം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവാണ് മരിച്ചത്. ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അദ്ദേഹത്തെ കാണുന്നതിനാണ്. താൻ നടത്തിയ ഒരു സമരമായി ഇൻഡിഗോ ബഹിഷ്കരണത്തെ കണ്ടാൽ മതി. എന്നാൽ സമര രീതിയേക്കാൾ വലുതാണ് തനിക്ക് സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെ മറ്റൊന്നും കണക്കിലെടുക്കുന്നില്ല. ആ വലിയ മനുഷ്യന്റെ, വിപ്ലവകാരിയുടെ, കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതദേഹം നേരിൽ കണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കാനും ദുഃഖം രേഖപ്പെടുത്താനുമാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. EP വിശദീകരിച്ചു. ചില ഘട്ടങ്ങളിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. അന്നത്തെ സാഹചര്യം. ആ തീരുമാനം എല്ലാ കാലത്തേക്കുമുള്ളതാണെന്ന് ധരിക്കരുത്. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് വേണം അടവു നയങ്ങൾ ആവിഷ്കരിക്കാൻ. അന്നത്തെ തീരുമാനം അന്നത്തെ സാഹചര്യത്തിൽ തീർത്തും ശരിയായിരുന്നു. എന്നാൽ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തു വരാൻ ആ തീരുമാനം തടസ്സമാകാൻ പാടില്ല. അതുകൊണ്ടാണ് തീരുമാനത്തിൽ മാറ്റം വരുത്തിയതെന്ന് EP വ്യക്തമാക്കി. സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഡൽഹിയിലെത്തേണ്ട സാഹചര്യം വന്നു. ഇതോടെ യാത്രയ്ക്ക് ഇൻഡിഗോ വിമാനം തന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30-നായിരുന്നു കരിപ്പൂരിൽ നിന്നും അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ്. 2022 ജൂലൈ 13-നായിരുന്നു ഇൻഡിഗോ ബഹിഷ്കരണത്തിന് കാരണമായ വിവാദ സംഭവങ്ങൾ അരങ്ങേറിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. ഇത് EP ജയരാജൻ തടയാൻ ശ്രമിച്ചത് വിവാദമായി മാറി. വിമാനത്താവളത്തിൽ വെച്ചുള്ള പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസിന് 2 ആഴ്ച വിലക്കും EP ജയരാജന് ഒരാഴ്ചത്തെ വിലക്കും ഇൻഡിഗോ ഏർപ്പെടുത്തിയിരുന്നു. ഈ വിലക്കിൽ പ്രതിഷേധിച്ചാണ് താനിനി ഇൻഡിഗോയിൽ കയറില്ലെന്ന് EP പ്രഖ്യാപിച്ചത്. ഇത് തിരുവനന്തപുരത്തേക്കുള്ള EPയുടെ യാത്രയെ കാര്യമായി ബാധിച്ചിരുന്നു. പിന്നീട് വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയത് മുതലാണ് EPക്ക് യാത്ര സുഗമമായത്. വന്ദേ ഭാരതിന്റെ ഗുണങ്ങളെക്കുറിച്ചും EP വാചാലനായിരുന്നു. എന്നാൽ ഇൻഡിഗോ ക്ഷമാപണം നടത്തിയെങ്കിലും EP ബഹിഷ്കരണം തുടരുകയായിരുന്നു. എയർ ഇന്ത്യ വന്നതോടെ യാത്ര അതിലായിരുന്നു. അതിനിടയിലാണ് യെച്ചൂരിയുടെ വിയോഗം വരുന്നതും ഡൽഹിയിലേക്ക് പെട്ടെന്ന് പുറപ്പെടേണ്ട സാഹചര്യം വന്നതും. ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഏറ്റവും കൂടുതൽ ഇൻഡിഗോയിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തത് താനും ഭാര്യയുമായിരിക്കും. വൃത്തികെട്ട കമ്പനിയാണിത്. തെറ്റു ചെയ്തവർക്ക് നേരെ നടപടിയെടുക്കാനല്ല താല്പര്യം കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ വിമാനത്തിൽ താൻ കയറില്ല. മാന്യമായി സർവീസ് നടത്തുന്ന മറ്റു വിമാനങ്ങളിലേ പോകൂ. എന്നാൽ 2 വർഷത്തിനു ശേഷം പിണക്കമറന്ന് ഇൻഡിഗോ തന്നെ തെരഞ്ഞെടുത്തിരിക്കുകയായിരുന്നു EP ജയരാജൻ.